സീനിയർ നേതാക്കളെ മത്സര രംഗത്തിറക്കി കടുത്ത മത്സരം കാഴ്ചവെക്കാനുറച്ച് CPM. പാർട്ടിയുടെ 15 സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് ബുധനാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ അന്തിമ രൂപം നൽകി. ഈ മാസം 27-ന് ചേരുന്ന PB യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇക്കുറിയില്ല. ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ കൂടാതെ 4 സിറ്റിംഗ് MLA-മാർ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കും. 3 ജില്ലാ സെക്രട്ടറിമാരും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ടതാണ് CPM പട്ടിക. പാലക്കാട്ട് പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി മുൻ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയുമായ A. വിജയരാഘവൻ മത്സരിക്കും. നിലവിലെ ഏക CPM സിറ്റിംഗ് MPയായ AM ആരിഫ് ആലപ്പുഴയിൽ വീണ്ടും ജനവിധി തേടും. മന്ത്രി K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാകും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക് പത്തനംതിട്ടയിലും KK ശൈലജ വടകരയിലും എളമരം കരീം കോഴിക്കോട്ടും മത്സരിക്കും. കൊല്ലത്ത് സിറ്റിംഗ് MLA M. മുകേഷ് മത്സരിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ V. ജോയിയും മത്സരിക്കും. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫും എറണാകുളത്ത് പറവൂർ നഗരസഭാ കൗൺസിലറും KSTA നേതാവുമായ KJ ഷൈനും പൊന്നാനിയിൽ KS ഹംസയുമാണ് പട്ടികയിലെ പുതുമുഖങ്ങൾ. ഇടുക്കിയിൽ ജോയിസ് ജോർജ് തന്നെ വീണ്ടും മത്സരിക്കും. ചാലക്കുടിയിൽ മുൻ മന്ത്രി കൂടിയായ C. രവീന്ദ്രനാഥിനെയാണ് പാർട്ടി നിശ്ചയിച്ചത്. ഇക്കാര്യത്തിൽ ഇനി മാറ്റമുണ്ടായേക്കാം. പൊന്നാനി പിടിച്ചെടുക്കാൻ പല പേരുകളും ചർച്ച ചെയ്ത ശേഷം അവസാന നിമിഷമാണ് ലീഗ് വിമതനായി മാറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KS ഹംസയെ സ്വതന്ത്രനായി നിർത്താൻ തീരുമാനിച്ചത്. നേരത്തെ KT ജലീൽ MLA അടക്കമുള്ളവരുടെ പേരുകൾ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേട്ടിരുന്നു. ജനകീയരായ മുതിർന്ന നേതാക്കളെ തന്നെ ഭൂരിപക്ഷം സീറ്റുകളിലും രംഗത്തിറക്കി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പാർട്ടിയുടെ ഉറച്ച സീറ്റുകളും നഷ്ടമായ പല സീറ്റുകളും തിരിച്ചുപിടിക്കാനാണ് മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി CPM ലക്ഷ്യമിടുന്നത്.